ഹായ് ഫ്രണ്ട്സ്, എടയ്ക്കൽ ഗുഹയിലെത്തി. അപ്പോൾ എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ വയനാട് ജില്ലയിലെ അമ്പൂത്തി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളും ദക്ഷിണ ഇന്ത്യയിലെ അപൂർവമായ ഗുഹാചിത്രങ്ങളും കൊണ്ട് പ്രശസ്തമാണ്. ഏകദേശം 8000 വർഷം പഴക്കമുള്ളതും പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് വ്യക്തമാക്കുന്നതുമായ അപൂർവ ശിലാലിഖിതങ്ങൾ ഇവിടെ കാണാം. ഐതിഹ്യം: ശ്രീരാമൻ്റെ പുത്രന്മാരായ ലവകുശന്മാർ അമ്പെയ്ത് ഉണ്ടാക്കിയതാണ് ഈ മലയും ഗുഹയും എന്നാണ് ഇവിടുത്തെ പ്രധാന ഐതിഹ്യം. അമ്പു കുത്തിയതുകൊണ്ടാണ് അമ്പുകുത്തി മല എന്ന് പേര് വരാൻ കാരണവും ഇതാണ്. ഇവിടെ കണ്ടെത്തിയ ചിത്രങ്ങളും ചിഹ്നങ്ങളും സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമുള്ളതാണെന്ന് ചിത്രകാരന്മാർ കരുതുന്നു. 1895 മലബാർ ഡിസ്ട്രിക്റ്റ് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസെറ്റ് ആണ് വേട്ടയാടലിനിടയിൽ ഈ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇടയ്ക്കുള്ള ഒരു കല്ല് എന്നാണ് എടയ്ക്കൽ ഗുഹയുടെ അർത്ഥം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമുള്ളൂ. ഒരു കുരങ്ങ് ഒരു കുട്ടീൻ്റെ മുന്നിൽ കൂടി ഓടിയപ്പോൾ ആ കുട്ടി പേടിച്ചു പോയതാണ് ആ കേട്ടത്. നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നവർക്ക് 1000 രൂപയും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ എടയ്ക്കൽ ഗുഹയിലേക്ക് കയറുന്ന കവാടത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഗുഹയിലേക്ക് കയറാൻ തുടങ്ങി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് എടയ്ക്കൽ ഗുഹ. അങ്ങനെ ഞങ്ങളെല്ലാവരും മലേൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങി. നമ്മൾ താഴേന്ന് കയറി വന്ന ഭാഗമാണ് കാണുന്നത്. അത് താഴേന്ന് കയറി വന്നതാണ്. ഇനി നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഇങ്ങനെ മുകളിൽ കയറി ചെന്നാൽ അവിടെ കുറച്ച് ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 കല്ലിൻ്റെ ഇടയിൽ കൂടി കയറണം. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കല്ലിൻ്റെ ഇടയിൽ കൂടി കയറി ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഗുഹയിലെത്തി. അവിടെ ചെന്നപ്പോൾ 2 ചേച്ചിമാർ വെള്ളം എടുത്ത് വരുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു ഇത് എവിടുന്ന വെള്ളം എന്ന്. അപ്പോൾ അവർ പറഞ്ഞു മുകളിൽ നിന്ന് കൊണ്ടുവരികയാണ്, താഴെ എത്തിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അവിടെ വരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കൈവരാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഗുഹയിൽ നിന്ന് പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, അതിൽ കൂടി കയറി മുകളിലെത്തണം. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പിനെ കൂടി കയറി മുകളിലെത്തി. അങ്ങനെ ഞങ്ങൾ മലേൻ്റെ മുകളിലെത്തി. അപ്പോൾ അവിടെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ പൂനെയിൽ നിന്ന് വന്ന ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞ് അവരെയും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ അവരെ വീഡിയോ എടുത്ത്. അപ്പോൾ അവരെ കൂടെ വന്ന് 74 വയസ്സുള്ള അമ്മയാണ് ആയിരിക്കുന്നത് മലേൻ്റെ മുകളിൽ കയറിയിട്ട്. അതിനുശേഷം മലേൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പുണ്ട്, അതിൽ കൂടി നമ്മൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി
ഗുഹയ്ക്കുള്ളിൽ ചെല്ലുമ്പോൾ പാറയിൽ ആദിമ മനുഷ്യർ എഴുതി വെച്ച ലിഖിതങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗുഹയെല്ലാം കണ്ട് രണ്ട് പാറകളുടെ ഇടയിൽ കൂടി കാണുന്നതാണ് ഇത്. അങ്ങ് ദൂരെ വരെ കാണാം. അങ്ങനെ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് കയറി മുകളിലെത്തി. അവിടുന്ന് കാണുന്നതാണ് ഇത്. മലേൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ്. താഴെ കാണുന്ന ഇനി ഇത് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടി പാറേൻ്റെ മുകളിൽ കൂടിയാണ് കയറി വന്നത്. ഇനി ഇറങ്ങി പോകുമ്പോൾ ഫുള്ളും ഈ സ്റ്റെപ്പാണ് താഴെ വരെ. ഇത് അവിടെ കാണുന്ന ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നത്. അവിടെയാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കണേ. എല്ലാവരും എടക്കൽ ഗുഹ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയറി നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കയറി പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കച്ചവടക്കാരാണ്. അവിടെ കാപ്പിക്കുരു നേരിട്ട് വറുത്ത് പൊടിച്ച് നമുക്ക് തരും. പിന്നെ തേൻ നെല്ലിക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വയനാട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. അങ്ങനെ നിരവധി കച്ചവടക്കാരുണ്ട്. പിന്നെ ചിപ്സ്, തേൻ നെല്ലിക്ക വെച്ചതാണ് ഈ കാണുന്നതൊക്കെ. ഫുള്ളും കച്ചവടക്കാരാണ് സൈഡിലുള്ളത്. അങ്ങനെ നമ്മൾ മലയൊക്കെ കയറി ഇറങ്ങി താഴേക്ക് വരികയാണ്. എടക്കൽ ഗുഹ കണ്ടിറങ്ങി നമ്മൾ പോകുന്ന വഴിയാണ്. ഇനി ഒരു മൂവിക്കാണ് പോകുന്നത്. അതിരടി കാണാനാണ് പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ.